അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ സാംസ് ചാപ്റ്റർ 33 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. അവനെ പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുവിൻ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. അടുത്ത രണ്ട് വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. അവരുടെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കുകയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. പ്ലീസ് ബി സീറ്റഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയ മാസത്തിൻ്റെ 1-ാം ദിവസം നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണുവാൻ ദൈവയിടയാക്കി തോർത്ത് ഈ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുപ്പാൻ നമ്മളെ കർത്താവ് അയച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ദിവസം കൂടെ കർത്താവ് തന്നല്ലോ, അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ടോ? നേരത്തെ ആരാധനയിൽ പറഞ്ഞ പോലെ ബാഗേജൊക്കെ ഉണ്ടോ കയ്യിൽ? അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തോ? നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ, ബാഗേജെല്ലാം നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അതെല്ലാം വിട്ടിട്ടാണ് പോകുന്നത് അല്ലേ? പിന്നെ നമ്മളതങ്ങ് മറക്കും, പിന്നെ വീട്ടിൽ ചെല്ലുന്ന ആ സമയത്തെ അത് ഓർക്കാറുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബാഗേജുകളെല്ലാം നമ്മൾ ഏൽപ്പിക്കേണ്ടവരെ അങ്ങ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി, നമുക്ക് പിന്നെ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. 33-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട എല്ലാ സങ്കീർത്തനവും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. 33-ഉം പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന, അതിൽ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 33-ാം സങ്കീർത്തനം. അതിൻ്റെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെല്ലാം സ്തുതിപ്പാനും ഒക്കെ വളരെ സന്തോഷമുള്ളവരാണ്. നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഇവിടെ ഒരു കമാൻഡ് പോലെ എഴുതിയിരിക്കുന്നത്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. ഈ സങ്കീർത്തനത്തിൽ 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കും. ഒന്ന്, ഒരു സന്തോഷത്തിന്, ഒരു ദൈവത്തിൻ്റെ സ്തുതിയെക്കുറിച്ചുള്ള പാർട്ട്. അതിനുശേഷം ഡിക്ലറേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേറ്റ്നെസ്, കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തികളെ ഓർത്ത് അത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം ട്രസ്റ്റ് ഫുള്ളി ഇൻ ഗോഡ്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് സങ്കീർത്തനത്തെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തെ ഘോഷിച്ച് ഉല്ലസിക്കുക മാത്രമല്ല, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കാരണം കർത്താവ് സ്തുതിക്കിൽ അവിടുന്ന് കർത്താവിൽ സന്തോഷിക്കുന്നു. മാത്രമല്ല, പിന്നെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയുടെ വചനം നേരുള്ളത്. അപ്പം നേരുള്ള വചനത്തിൽ നിൽക്കുന്ന ദൈവത്തെ, നേരുള്ളവർ എല്ലാവരും ദൈവത്തിനെ
സ്തുതി പാടണം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തുതിക്കണം, മാത്രമല്ല യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. എല്ലാ ഇൻസ്ട്രുമെൻസ് കൊണ്ടും സ്തോത്രം ചെയ്യണം എന്നാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതൊരു സജഷനായിട്ടല്ല എഴുതിയിരിക്കുന്നത്, നമ്മളെ ഒരു വിളിയായിട്ടാണ് എഴുതി. നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ച ജനത്തിന്മേലുള്ള ഒരു വിളിയാണത്. നമ്മൾക്ക് ദൈവം ഒരു പ്രിവിലേജ് തന്നിട്ടുണ്ട്, നമുക്ക് ദൈവം ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജോലിയാണ്, നമ്മുടെ ജീവിതം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് എത്രമാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കാമോ അതത്രമാത്രം ചേർന്ന് ജീവിപ്പാൻ വേണ്ടി നമ്മളെ വചനത്തിലൂടെ കർത്താവ് നമ്മളെ അവിടുന്ന് ഉദ്ഘോഷിച്ച് പറയുകയാണ്. അവനെ സ്തുതിക്കണം, നേരുള്ളവർക്ക് ഉചിതമല്ലോ. അടുത്ത 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ വചനം നേരുള്ളത്, സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അപ്പോൾ ദൈവത്തിനെ സ്തുതിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എഴുതിയിരിക്കുന്നു, 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 6, 7, 8, 9, 10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് വചനം നേരുള്ളത്, സകല പ്രവൃത്തി വിശ്വസ്തയുള്ളത്. അതിനുശേഷം 5-ാമത്തെ വാക്യം തൊട്ടാണ് നീതിയും ന്യായം ഇഷ്ടപ്പെടുന്നു, ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ വചനത്താൽ ആകാശം, ശ്വാസത്താൽ സകല സൈന്യവും വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അതിനുശേഷം ഭണ്ഡാരഗ്രഹങ്ങളിൽ അത് സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ലോകത്ത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഗെയിം കളിച്ചായിരുന്നല്ലേ, പേര് വെച്ചിട്ട് ബൈബിളിലെ ഒരു പാസേജ് റീഡ് ചെയ്യുക എന്നുള്ളത്. അവിടെ നമ്മുടെ പേര് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അവരവരുടെ പേര് വെച്ചിട്ട് അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്ന് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. എന്നാൽ അത് സംഭവിച്ചത് ദൈവത്താൽ, ദൈവത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ്സിനെ കാണിക്കുന്ന ഒരു വചനമാണത്. ദൈവമാണ് ഈ കാണുന്നതൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ അവിടുന്ന് ബലപ്പെടുത്തുവാനാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും അതിനെ എഴുതിയിരിക്കുന്നത്. കാരണം ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി അൺസർട്ടനിറ്റി ഉണ്ട്, ഒത്തിരി ഡിസെപ്ഷനുണ്ട്, ഒത്തിരി കൺഫ്യൂഷനുണ്ട്. മോറൽ ലൈഫിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ്. ഇങ്ങനെ ഞങ്ങൾ കാറിൽ വന്നപ്പോഴും പറയുമായിരുന്നു, ലോകം മാറി, മനുഷ്യരുടെ ചിന്താഗതികൾ, ബിഹേവിയർ എല്ലാം മാറി, ഒപ്പം നേച്ചറും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം ഒരു വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും രാജ്യങ്ങളുടെ അവരുടെ ചലഞ്ചിങ് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ നിയമങ്ങൾ മാറുന്നു. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ്. നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ, രാവിലെ എടുത്ത് വായിക്കുമ്പോൾ എത്ര സന്തോഷം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ന്യൂസ് പേപ്പർ നമ്മൾ രാവിലെ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കാറുണ്ടോ? കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും, എന്താണ് പ്രസൻറ്റ് കണ്ടീഷൻ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നാൽ ഏറ്റവും അതിനേക്കാൾ അധികമായിട്ട് സന്തോഷം തരുന്ന, നമ്മളെ നിലനിർത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. ആ ബൈബിളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ന്യൂസ് പേപ്പറിൽ വരുന്ന സംഭവങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കുകയില്ല. കാരണം അതിനേക്കാൾ ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ശക്തൻ്റെ മകനാണ് ഞാൻ, ഒരു ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, ആണെന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പം ലോകത്തിൽ എന്തെല്ലാം ഒരു അനിശ്ചിതത്വം വന്നാലും, അൺസർട്ടനിറ്റി വന്നാലും, ആരെല്ലാം നമ്മളെ വഞ്ചിച്ചാലും, ആരെല്ലാം ഒരു കൺഫ്യൂഷൻ കൊണ്ടുവന്നാലും നാം അതിലൊന്നും വീഴാനായിട്ട് പാടില്ല. നാം എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം ദൈവത്തിനാണ് അതിനകത്ത് നമ്മളെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം ആ റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ 16-ാമത്തെ വാക്യങ്ങളിൽ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സൈന്യബഹുത്വത്താൽ, ഞാൻ എല്ലാ വാക്യങ്ങളും ചെയ്യുന്നില്ല കാരണം നമുക്ക് സമയം മുന്നോട്ട് പോകുന്നല്ലോ. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. അല്ലേ? ലോകത്തിൻ്റെ ഒരു ബലത്തെക്കുറിച്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ വളരെ വളരെ ഒരു നമ്മൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു വിഷയമായിട്ട് പാസ്റ്റേഴ്സൊക്കെ മണിക്കൂറുകൾ നിന്ന് അതിനെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അത് ചിന്തിച്ച് നമ്മൾ ശക്തീകരിക്കുന്ന ഒരു പാർട്ടാണത്. കാരണം സൈന്യബഹുത്വത്താൽ, കാരണം ഒരു നമ്പേഴ്സ് കൊണ്ട്
നമുക്ക് ജയിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. നമുക്ക് പിന്നെ ജയിക്കാൻ കഴിയുന്നതോ ദൈവത്തിൻ്റെ കൃപയാൽ അത്രേ. അതാണ് ആ വാക്യങ്ങളിലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈന്യബഹത്ത് ഒത്തിരി സൈന്യമുണ്ടെന്ന് വിചാരിച്ച് രാജാവ് ജയം പ്രാപിക്കുന്നില്ല. അതുപോലെ ഒത്തിരി ശക്തിയുള്ള കുതിര ഉണ്ടെന്ന് വിചാരിച്ച് അതും ഒരു ജയത്തിന് കാരണമാകുന്നില്ല. പിന്നെയോ ദൈവം, നമുക്കറിയാം ഗോലിയാത്ത് വലിയ ശക്തനായ ആളായിരുന്നു. പക്ഷേ അതിന് ഒരു കുതിര വേണ്ടി വന്നില്ല, ഒരു സൈന്യം വേണ്ടി വന്നില്ല, ഒന്നും ഒരു ചെറിയ ബാലൻ മതിയായിരുന്നു വീഴ്ത്താൻ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മുമ്പിൽ ഏത് വലിയ കാര്യങ്ങൾ വന്നാലും നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന നമ്പേഴ്സിനെ അല്ല നാം നോക്കേണ്ടത്, നമ്മുടെ കൂടെ നിൽക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നാം നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ അൺസർട്ടനിറ്റിയും നമ്മുടെ ആ വിഷമവും നമ്മുടെ ഹൃദയത്തിലെ ഭാരവും, നാളെ എന്ത് സംഭവിക്കും, എൻ്റെ പ്ലാനുകളെല്ലാം ബ്രേക്കായോ, ഇതെല്ലാം മാറിപ്പോകും നമ്മുടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നാം ഏൽപ്പിച്ചു കൊടുത്താൽ. കാരണം നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സിലല്ല, നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഒരു ബ്രെയിനിലല്ല. നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ പ്രോമിസ് തന്നും നമ്മളെ ഓരോ ദിവസം നടത്തുന്ന ദൈവത്തിൽ അത്രയാകുന്നു. അത് നമുക്ക് 2 കൊരിന്ത്യർ 12:9, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 9 ഒന്ന് വായിക്കാമോ? അതെ, പൗലോസ് കോരിന്ത്യൻ സഭയ്ക്ക് എഴുതിയ ഒരു വചനമാണ് അതിനകത്ത് നാം വായിച്ച് കേട്ടത്. നമുക്ക് വളരെ വിഷമത്തിൽ, ഞാനൊരു കുറച്ച് നാൾക്ക് മുമ്പ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നിരുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലയോ, നിങ്ങളുടെ മാംസപ്പലകയിൽ പാസ്റ്റേഴ്സൊക്കെ പ്രസംഗിക്കുന്നത്, മാംസപ്പലകയിൽ ദൈവത്തിൻ്റെ വചനം എഴുതണമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതി വരികയാണ്. എൻ്റെ കൃപ നിനക്ക് മതി. എന്നെ ഏറ്റവും കൂടുതൽ അന്ന് ബലപ്പെടുത്തിയ, എന്നെ എഴുന്നേൽപ്പിച്ച ഒരു വചനമാണിത്. നമ്മളിന്ന് വായിച്ച ആ സങ്കീർത്തനത്തോട് ചേർന്ന് തന്നെ നമുക്കതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു വചനമാണ് ഇത്. എൻ്റെ കൃപ നിനക്ക് മതി. നമുക്ക് താഴോട്ടുള്ള അത് പിന്നെ സെൻറ്റൻസുകൾ എഴുതിയിരിക്കുന്നത്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്ത് ബലഹീനതയായിരുന്നാലും അതിന് മുമ്പിലുള്ള വാക്യങ്ങളൊക്കെ തൻ്റെ ശരീരത്തിൽ ബലഹീനതയാണ് സാത്താനെ കുത്തുവാനെ ഏൽപ്പിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബലഹീനത എന്തുമാകട്ടെ, ആ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി തികഞ്ഞു വരണം. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ബ്രീസായിട്ട് കടന്നു വരണം. അതിനാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത്രയും നമ്മുടെ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ കരം നമ്മളുടെ ഹൃദയങ്ങളിലൂടെ കടന്നുപോയി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലൂടെ അത് കടന്നു പോകണം. അതിനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല താഴോട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. അതെ, ആവസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ, നമ്മുടെ തലമുടി മുതൽ നമ്മുടെ ഉള്ളംകാൽ വരെ, അതായത് ടോ വരെ ഉള്ള മൊത്തത്തിൽ നമ്മളെ കംപ്ലീറ്റ്ലി ക്രിസ്തുവിൻ്റെ ശക്തി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എൻ്റെ മേൽ ആവസിക്കേണ്ടത്, ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ ബലഹീനത വരുമ്പോഴേ നമ്മളാകെ ചാഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് അല്ലേ, അതങ്ങനെയാണ്, മനുഷ്യനങ്ങനെയാണ് എപ്പോഴും. എന്നാൽ നമ്മളെ നടത്തിയ ഇങ്ങനെ വചനങ്ങൾ അത് നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം. ദൈവം അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വചനത്തിലേക്ക് തിരിച്ച് വന്നാൽ അടുത്ത വാക്യങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അതെ, അപ്പോൾ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ലോകം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, അവൻ ഭൂവാസികളൊക്കെയും, മനുഷ്യപുത്രന്മാരെ കാണുന്നു, ഭൂവാസികളൊക്കെയും കാണുന്നു. എന്നാൽ ഒരു സ്പെഷ്യൽ ഇതാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. കർത്താവിൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരായിട്ട്, കർത്താവിൻ്റെ ആ സ്നേഹത്തിനായിട്ട് പ്രത്യാശിക്കുന്നവരായിട്ട് നാം തീരണം. ഈ പുതിയ മാസം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ മാസമായിരിക്കണം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം? സ്തുതി ഉണ്ടായിരിക്കണം. 2, ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് എപ്പോഴും നമ്മൾ അറിവുള്ളവരായിരിക്കണം. നമുക്ക് ആ ഒരു ശക്തി നമ്മളെ എപ്പോഴും നയിക്കണം. എൻ്റെ പിതാവ് എന്നേക്കാൾ, എൻ്റെ പ്രശ്നങ്ങളെക്കാൾ, എൻ്റെ ജീവിതത്തെക്കാൾ, എല്ലാത്തിനേക്കാളും ശക്തനായ ഒരു പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ പ്രോമിസ് അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. 3-ാമത്തെന്ന് പറഞ്ഞാൽ പ്രത്യാശ, ഒരു ഹോപ്പ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം.
അതിൻ്റെ ലാസ്റ്റ് വേഴ്സിലിരിക്കുന്നു, യഹോവേ ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വെക്കുന്നത് പോലെ നിൻ്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. അത് ശ്രദ്ധിച്ചോ? അത് ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വെക്കുന്നത് പോലെ. നമ്മൾ എത്ര വെക്കുന്നോ അതിനനുസരിച്ച് ദയ കൂടും, ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലിരിക്കും. അപ്പം നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ സ്ഥലയിൽ സ്നേഹമുണ്ടോ, എത്രമാത്രം പ്രത്യാശയുണ്ടോ, അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളെ തേടി വരുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ നമ്മൾ മറന്നു പോകരുത്, അവനെ സ്തുതിക്കാൻ മറന്നു പോകരുത്. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ്. നമ്മുടെ എന്ത് അൺസർട്ടനിറ്റി നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കുക. ദൈവം നമ്മളെ കൈപിടിച്ച് മുന്നേറുവാനായിട്ട് സഹായിക്കും. ഈ പുതിയ മന്ത് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ്സ് ആയി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.